ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ബീട്രൂട്ട് കൊണ്ട് മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണല്ലേ, സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ബ്ലഡ് കൂടാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇഷ്ടമില്ലാത്ത കുറേ പേരെങ്കിലും കാണും. അവരെയൊക്കെ ബീട്രൂട്ട് കഴിപ്പിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. കുട്ടികളൊക്കെ ആണെങ്കിൽ എന്നും ചോദിക്കും ഇത്. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അധികം ചേരുവകളൊന്നും വേണ്ട, പാലും ബീട്രൂട്ടും മാത്രം മതി. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ദാ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു നോക്കുക. ഉടഞ്ഞു വരുന്നെങ്കിൽ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. മൊത്തത്തിൽ നമുക്ക് 3 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ 3 കപ്പ് പാൽ ആദ്യമേ ചേർത്തിട്ട് അരച്ചെടുക്കരുത്, എന്നാൽ ബീട്രൂട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. കുറച്ച് പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തരിതരിയായിട്ട് കിടന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ബാക്കിയിരിക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, മിൽക്ക് മെയ്ഡിൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇനി ഇതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ബീട്രൂട്ടും പാലും ഒക്കെ ചേർത്തിട്ട് കിടിലൻ ടേസ്റ്റിലുള്ള ഈ മിൽക്ക് ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.